രണ്ട് വീണമാർക്കും കേന്ദ്രം വകപണി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് SFIയുമായി ബന്ധപ്പെട്ട നിർണായകമായ ദിവസമാണ് ഇന്ന്. ഇതിനിടെ ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിലെ പ്രഭാഷണം മന്ത്രി വീണ ജോർജിന്റെ അവസരം നിഷേധിച്ചു കേന്ദ്രം. രണ്ട് വാർത്തയും കേരളത്തിലെ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയും സജീവ ചർച്ചയാക്കിയിട്ടുണ്ട്. മാസപ്പടി കേസിൽ SFIയുടെ തുടർ നടപടികൾ തടയണമെന്ന CMRLന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. CMRLന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ മറ്റൊരു ദിവസത്തേക്ക് ഹർജി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇന്ന് 4 മണിക്ക് പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത്. SFI അന്വേഷണം ചോദ്യം ചെയ്തുള്ള പ്രധാന ഹർജിയിലും കോടതി വാദം കേൾക്കും. ഹൈക്കോടതി ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദാണ് ഹർജികൾ പരിഗണിക്കുക. ഹർജി തീർപ്പാക്കും വരെ തുടർ നടപടികൾ പാടില്ലെന്ന് നേരത്തെ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് വാക്കാൽ നിർദ്ദേശിച്ചതായി CMRL അവകാശപ്പെട്ടിരുന്നു. ഇതോടെയാണ് ഇതേ ബെഞ്ചിലേക്ക് ഹർജികളെത്തിയത്. SFI റിപ്പോർട്ട് സമർപ്പിച്ച പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി നിലനിൽക്കുമോ എന്നതും ബെഞ്ച് പരിശോധിക്കും. CMRLന്റെ ആവശ്യപ്രകാരം ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് ഹൈക്കോടതി മാറ്റിയിരുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ന് നിർണായക നീക്കങ്ങൾ നടക്കുമ്പോൾ CPMനും സർക്കാരിനും മുഖ്യമന്ത്രിക്കും വീണ വിജയനും തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ വീണയ്ക്ക് തിരിച്ചടി. SFI നടപടി തൽക്കാലം സ്റ്റേ ചെയ്യാൻ കഴിയില്ലെന്ന് നേരത്തെ ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. എക്സാലോജിക് CMRL ഇടപാടിനെ ചോദ്യം ചെയ്യുന്ന SFIയുടെ തുടർ നടപടികൾ തടയണമെന്ന് ആവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ആദായനികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ പക്കലുള്ള രേഖകൾ രഹസ്യ രേഖയല്ലെന്ന് CMRL വാദിച്ചിരുന്നു. അന്വേഷണം പൂർത്തിയായില്ലേ എന്ന ഹൈക്കോടതി ചോദിച്ചപ്പോൾ കുറ്റപത്രം നൽകിയെന്ന് SFI അറിയിക്കുകയും ചെയ്തിരുന്നു. കുറ്റപത്രം നൽകിയ ശേഷം കേസ് എങ്ങനെ റദ്ദാക്കാൻ കഴിയുമെന്ന് CMRLനോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു. കേസിൽ കുറ്റപത്രം നൽകിയ സാഹചര്യത്തിൽ CMRLന്റെ ഹർജിക്ക് നിലനിൽപ്പില്ലാതായെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. നേരത്തെ കേസ് പരിഗണിച്ച ബെഞ്ചിനോട് SFI നൽകിയ വാക്കാലുള്ള ഉറപ്പ് ഇപ്പോൾ SFI പാലിക്കുന്നില്ലെന്ന് CMRL ആരോപിച്ചു. ഹർജി തീർപ്പാക്കുന്നതുവരെ നടപടി ഉണ്ടാകില്ലെന്ന് മുൻപ് കേസ് പരിഗണിച്ച ബെഞ്ചിന് SFI വാക്കാൽ ഉറപ്പ് നൽകിയിരുന്നതായും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് അത് ലംഘിച്ചതായും CMRL പരാതിപ്പെട്ടിരുന്നു. വാക്കാലുള്ള ഉറപ്പ് ജുഡീഷ്യൽ തെളിവല്ലെന്നായിരുന്നു ഇത് കേട്ട ഹൈക്കോടതിയുടെ മറുപടി. ഇതിനിടെ മാസപ്പടി കേസിൽ വീണയുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്ന SFIക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഷോൺ ജോർജ്. ഇതൊരു വശത്തെ ചർച്ചയാകുമ്പോഴാണ് ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിലെ പ്രഭാഷണം വീണ ജോർജിന്റെ അവസരം നിഷേധിച്ച് കേന്ദ്രമെന്ന വാർത്തകളും ചർച്ചയാകുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് US ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിൽ പ്രഭാഷണം നടത്തുന്നതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നിഷേധിച്ചുവെന്ന് മന്ത്രിയുടെ ഓഫീസ്. സർവകലാശാല പ്രഭാഷണത്തിന് മന്ത്രിയെ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തോട് യാത്രാ അനുമതി നേടിയത്. മന്ത്രിയുടെ യാത്രയ്ക്കുള്ള രാഷ്ട്രീയ അനുമതി നിഷേധിച്ചുകൊണ്ട് പ്രഭാഷണത്തിനുള്ള അവസരം കേന്ദ്ര സർക്കാർ തടയുകയായിരുന്നു. 3 ആഴ്ച മുൻപാണ് അനുമതി നേടിയത്. എന്നാൽ 3 ദിവസം മുൻപ് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള അറിയിപ്പ് വന്നുവെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി ഇന്ത്യൻ സേനയ്ക്കൊപ്പം പാകിസ്ഥാനെതിരെയുള്ള നടപടിയിൽ അണിനിരക്കുമ്പോൾ ചില CPM നേതാക്കന്മാരുടെ ഇരട്ടത്താപ്പ് അതും വലിച്ചു കീറുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും. ദേശാതിർത്തികൾക്കപ്പുറമുള്ളവരും മനുഷ്യരാണെന്നും അവരും വികാരമുള്ളവരാണെന്നും പറഞ്ഞുകൊണ്ട് പാക് അനുകൂല പോസ്റ്റുമായി CPM പ്രാദേശിക നേതാവ് ഇറങ്ങിയതിന് പിന്നാലെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ മിസൈൽ പാകിസ്ഥാനിൽ വീണപ്പോൾ ചിലർക്ക് പൊള്ളി. അവരുടെ സമാധാന പ്രേമം സ്വരാജി നല്ല സുഡാപ്പി രാജിന് എന്ന് വിമർശിച്ചുകൊണ്ട് V ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, ഞാനും എന്റെ 180 കോടി സഹോദരങ്ങളും ഇന്ന് കൂർക്കം വലിച്ച് സുഖമായി ഉറങ്ങും. കപട ബുദ്ധിജീവി കൂട്ടങ്ങൾ കിടക്കപ്പായയിൽ ഉറക്കം കിട്ടാതെ ശയന പ്രദർശനം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് പേരടിയും രാജ്യത്തിനൊപ്പം അണിനിരക്കാത്തവരെ വിമർശിച്ചുകൊണ്ട് രംഗത്തുണ്ട്. പാകിസ്ഥാനെ അനുകൂലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി CPM പ്രാദേശിക നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. കക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബയുടേതാണ് പാക് അനുകൂല പോസ്റ്റ്. ദേശ അതിർത്തികൾക്കപ്പുറമുള്ളവരും മനുഷ്യരാണ്, അവരും വികാരമുള്ളവരാണ് എന്നായിരുന്നു ഷീബയുടെ കുറിപ്പ്. വിവാദമായതോടെ കുറിപ്പ് പിൻവലിച്ചു. ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നതിനിടെയാണ് CPM നേതാവ് പാക് വെളുപ്പിക്കൽ പോസ്റ്റുമായി രംഗത്തെത്തിയത്. രാഷ്ട്രീയ കക്ഷിഭേദമന്യേ വിമർശനം ഉയർന്നതോടെ പോസ്റ്റ് മുക്കി. പിന്നാലെ മുഖം രക്ഷിക്കാൻ അടുത്ത പോസ്റ്റുമായി എത്തി. ജീവൻ പണയം വെച്ച് ഇന്ത്യൻ സൈന്യം നടത്തുന്ന ശ്രമങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിനിടയിലും അതിർത്തിയിൽ ജീവിക്കുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സാധാരണ മനുഷ്യരെക്കുറിച്ചുള്ള ചിന്ത അസ്വസ്ഥതയുണ്ടാക്കി. ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് ആവർത്തിച്ച് വിളിച്ചവർ നാം എന്നായി അടുത്ത പോസ്റ്റ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് BJP പ്രതിഷേധ പ്രകടനം നടത്തി. മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മിസൈൽ പാകിസ്ഥാനിൽ വീണപ്പോൾ ചിലർക്ക് പൊള്ളി എന്ന BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ അവരിപ്പോൾ സമാധാന പ്രേമവുമായി രംഗത്ത് വന്നിരിക്കുന്നു.
പഹൽഗാമിലെ കൂട്ടക്കുരുതിയിൽ മൗനം അവലംബിച്ചവരും ഗാസയുടെ റോക്കറ്റിനെ പിന്തുണച്ചവരുമാണ് ഈ കൂട്ടർ. പഹൽഗാം സംഭവത്തിൽ പ്രതിഷേധിക്കാത്തവർ മിസൈൽ വീണപ്പോൾ സങ്കടപ്പെടുന്നത് എന്തുകൊണ്ട്? യുദ്ധം ഒന്നിനും ശാശ്വത പരിഹാരമല്ല. പക്ഷേ ഇന്ത്യയിലെ നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ ഭരണാധികാരി വീണ വായിച്ച് രസിക്കണമെന്നാണ് BJPയുടെ ചോദ്യം. ഒരു വെളിപ്പാടിനരികെയുള്ള വിധവയുടെ നിലവിളി കേൾക്കാതെ സുഡാപ്പികളോടൊപ്പം ഗാസയ്ക്ക് വേണ്ടി കൈയടിച്ച ഹമാസിന്റെ റോക്കറ്റിനെ തെക്കേ മുനമ്പിലിടുന്ന തീ കൊളുത്തി സ്വരാജ് യുദ്ധം എന്ന് വാഴ്ത്തിപ്പാടുന്നവർ മാതൃരാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിനെ സമാധാന പ്രേമം കൊണ്ട് പ്രഹരിക്കുന്നത് അപഹാസ്യം. പേരിൽ പോലും കാപട്യം കാട്ടുന്ന ഈ കൂട്ടർ സ്വരാജല്ല സുഡാപ്പി രാജാണ് ആഗ്രഹിക്കുന്നതെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. 150 കോടി ജനങ്ങൾക്ക് സുരക്ഷിതമായി ഉറങ്ങാൻ കഴിയുക എന്നതാണ് ഏത് ഭരണകൂടത്തിന്റെയും പ്രഥമ കടമ. അത് നിർവഹിക്കുമ്പോൾ ഇരവാദമുയർത്തി പ്രതിരോധിക്കുന്നത് സാമാന്യ ബോധത്തിന് നിരക്കാത്തതാണ്. മതം നോക്കി വെടിവെച്ച കശ്മീർ ഭീകരരെ പോരാളികളെന്ന് വിശേഷിപ്പിക്കുകയും ഗാസയിൽ നിന്നും ഉയർന്ന റോക്കറ്റിന്റെ ദൂരം നോക്കി കൈയടിക്കുകയും ചെയ്യുന്നവരാണ് പാകിസ്ഥാനിൽ ഇന്ത്യയുടെ മിസൈൽ വീണപ്പോൾ സങ്കടപ്പെടുന്നത്. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ സമാധാനകാംക്ഷികളാണെങ്കിൽ ലോകത്തെവിടെയുമുള്ള ആക്രമണത്തെ അപലപിക്കണം. സെലക്ടീവ് സങ്കടം ജുഗുപ്സാവഹമാണ്. മാതൃരാജ്യത്തിനെതിരെ അകാരണമായി ആയുധവും അക്രമവുമായി എത്തുമ്പോൾ അതിനെ അപലപിക്കാനും എതിർക്കാനും കഴിയണം. മാതൃരാജ്യത്തോടൊപ്പം നിൽക്കാൻ കഴിയണം. സമാധാനത്തിന്റെ പരിചയം ഉയർത്തി ഭീകരവാദികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നിലപാട് നിന്ദ്യമാണ്. നിലപാട് തിരുത്താൻ ഈ സമാധാന സങ്കടവാദികൾ തയ്യാറാകണമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഭാരതം നൽകിയ കനത്ത തിരിച്ചടിയെ പുകഴ്ത്തിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പ്രശംസിച്ചും ചലച്ചിത്ര നടൻ ഹരീഷ് പേരടി. രാജ്യത്തെ പെറ്റമ്മയായി കാണുന്ന ഉറച്ച നിലപാടുള്ള രാജ്യത്തിന്റെ കാവൽക്കാരൻ പ്രധാനമന്ത്രി ഉറങ്ങാതെ ഇരിക്കുന്നതിനാൽ ഞാനും മറ്റ് 150 കോടി ജനങ്ങളും കൂർക്കം വലിച്ചുറങ്ങുന്നുവെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ജനിച്ച രാജ്യത്തെ പെറ്റമ്മയും പോറ്റമ്മയുമായി കാണുന്ന, രാജ്യമെന്നാൽ തന്റെ ഹൃദയമാണെന്ന് കരുതുന്ന ഉറച്ച നിലപാടുള്ള ഈ മനുഷ്യൻ ഉറങ്ങാതെ കാവലിരിക്കുന്നതിനാൽ ഞാനും എൻ്റെ 150 കോടി സഹോദരങ്ങളും ഇന്ന് കൂർക്കം വലിച്ച് ഞങ്ങളുടെ പെറ്റമ്മയുടെ മടിയിൽ സുഖമായി ഉറങ്ങും. പക്ഷേ എല്ലാ 51 വെട്ടുകളെയും ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ കൊലപാതകങ്ങളെയും തീവ്ര ഹമാസിയൻ മനുഷ്യവിരുദ്ധമായ കൂട്ടക്കുരുതുകളെയും ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്ന സ്വരാജുകളല്ലാത്ത അയൽ രാജുകളായ കള്ള നാണയങ്ങൾ, യുദ്ധം വേണ്ട എന്ന മഹാന്മാരുടെ മുദ്രാവാക്യങ്ങൾ ചേരാത്ത സ്വന്തം നെറ്റിയിൽ തേച്ചൊട്ടിച്ചിറങ്ങുന്ന കപട ബുദ്ധിജീവി കൂട്ടങ്ങൾ ഇന്ന് കിടക്കപ്പായയിൽ ഉറക്കം കിട്ടാതെ ശയന പ്രദക്ഷിണം നടത്തും. ജയ് മോദിജി, ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരീഷ് പേരടിയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്.